തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളിതുവരെയായിട്ടും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തെ സംശയിക്കുകയാണ് ബി. ഇന്നും വിമർശനങ്ങൾക്കൊരു പഞ്ഞവുമില്ല. വിഡ്ഢിത്തം വെച്ചു വിളമ്പുകയാണ്. ഇപ്പോഴിതാ കേരളത്തെയും മലയാളി വോട്ടർമാരെയും അധിക്ഷേപിച്ച് ബി നേതാവും മഹാരാഷ്ട്രയിലെ മന്ത്രിയുമായ നിതീഷ് റാണെ എത്തിയിരിക്കുന്നു. കേരളം മിനി പാകിസ്ഥാനാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചത് അതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. ബി നേതാവ് പൂനെയിൽ നടത്തിയ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ചർച്ചയായത്. ഭരണഘടനയെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചു. NCP ശരത് പവാർ പക്ഷവും മന്ത്രിയെ വിമർശിക്കുകയുണ്ടായി. നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാണ് റാണെ. പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കെയാണ് റാണെ വീണ്ടും വിവാദത്തിൽ കുരുങ്ങിയിരിക്കുന്നത്. 2019-ലും 2024-ലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. രണ്ടാം തവണ 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച രാഹുൽ റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയും പ്രിയങ്ക മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചാണ് മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണെ കേരളത്തെ അധിക്ഷേപിച്ചത്. അഫ്സൽ ഖാനെതിരെ ശിവജി ജയിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പൂനെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു റാണെ. നേതാവിന്റെ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കേരളം മിനി പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എല്ലാ ഭീകരവാദികളും അവർക്ക് വോട്ട് ചെയ്തു. ഞാൻ സത്യമാണ് പറയുന്നത്. ഭീകരരുടെ പിന്തുണയോടെയാണ് രാഹുലും പ്രിയങ്കയും MP-മാരായത് എന്നാണ് നിതീഷ് റാണെ പ്രസംഗിച്ചത്. ബി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി മത്സരിക്കുമോ എന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ വ്യക്തമാക്കണമെന്നാണ് പവൻ ഖേര പ്രതികരിച്ചത്. ബി നേതാക്കൾ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി ഫഡ്നാവിസ് വിഷയത്തിൽ ഇടപെടണമെന്ന് NCPയും ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ പ്രസ്താവന നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു നിതീഷ് റാണെ. രാംഗിരി മഹാരാജ് സന്യാസിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി തല്ലുമെന്നായിരുന്നു ഒരു പ്രസ്താവന. ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവാദമായത്. ഹിന്ദുക്കളല്ലാത്തവരുമായി ഇടപാട് നടത്തരുതെന്ന് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോട് റാണെ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു. സത്യത്തിൽ വിറപ്പിക്കാനിറങ്ങിയ ബി ഏറെ ഭയന്ന വർഷമാണ് കടന്നുപോയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3ാം അംഗത്തിനിറങ്ങുമ്പോൾ തനിച്ച് 400 സീറ്റുകൾ എന്നായിരുന്നു ബിജെപിയുടെ വീരവാദം. സ്വപ്ന നേട്ടത്തിനായി മോദിയും സംഘവും അരയും തലയും മുറുക്കിയാണ് ഇറങ്ങിയത്. എന്നാൽ ബി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ച അപ്രതീക്ഷിത തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. 400 എന്ന സ്വപ്ന സംഖ്യ തൊടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, 240 സീറ്റുകൾ കൊണ്ട് പാർട്ടിക്ക് തൃപ്തിപ്പെടേണ്ടിയും വന്നു. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് 63 സീറ്റുകളുടെ കുറവാണ് ബിജെപിക്കുണ്ടായത്. NDAക്ക് ലഭിച്ചത് വെറും 293 സീറ്റുകൾ. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. അതിനിടയിലാണ് ബിജെപി മന്ത്രിയുടെ ഈ പുതിയ മണ്ടൻ പ്രസ്താവനയും.